ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം വരികയാണ്. പക്ഷേ യാത്ര ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റുകളില്ല. ഇതോടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന മലയാളികൾ ഈ അവധിക്കാലത്ത് കുറച്ചു വിയർക്കും. സംസ്ഥാനത്തിനകത്തുള്ള യാത്രകൾക്കും ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. വടക്കൻ ജില്ലകളിൽ നിന്നും അവധി ദിവസങ്ങളിൽ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലൊന്നും ഈ മാസം പകുതി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റുകളില്ല. തിരിച്ചുള്ള യാത്രകൾക്കും ടിക്കറ്റ് കിട്ടാക്കനിയാകും. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ട്രെയിനിൽ മലബാറിലെത്താൻ വിയർക്കുമെന്ന കാര്യവും ഇതോടെ ഉറപ്പായി. തിരുവനന്തപുരം, കൊച്ചി ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ മലബാർ മേഖലകളിലുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. എല്ലാ ഉത്സവ സീസണിലെയും പോലെ ഇത്തവണയും ഇവർ നാട്ടിലെത്താൻ പാടുപെടുന്ന അവസ്ഥയാണ്. കോഴിക്കോട് നിന്നും ഈ മാസം 20-ന് തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദി, വന്ദേ ഭാരത്, മാവേലി, ഏറനാട് എക്സ്പ്രസുകൾക്കൊന്നും നിലവിൽ ടിക്കറ്റുകളില്ല. നേത്രാവതിയിലും സമാന അവസ്ഥ തന്നെയാണുള്ളത്. പല ട്രെയിനുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് ഇതിനോടകം തന്നെ 200 കടന്ന നിലയിലുമാണ്. എന്നാൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാക്കനിയായതോടെ അവസരം മുതലെടുത്ത് കൊള്ളലാഭം കൊയ്യാനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ്സുകൾ. ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ലാത്ത സ്ഥിതിയായതിനാൽ സ്വകാര്യ ബസ്സുകളല്ലാതെ ഇവർക്ക് മറ്റു വഴികളുമില്ല. എന്നാൽ യാത്രക്കാരെ പിഴിയുന്ന തരത്തിലാണ് വരും ദിവസത്തെ സ്വകാര്യ ബസ് നിരക്കുകൾ. ഡിസംബർ 20-ന് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സ്ലീപ്പറിന് 1300 മുതൽ 2500 വരെയാണ് ചാർജ്. സെമി സ്ലീപ്പറിനും ഇതേ നിരക്ക് തന്നെയാണ്. അതിനിയും കൂടുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായി. അവസരം മുതലെടുത്ത് സ്വകാര്യ ബസ്സുകളുടെ കൊള്ള നടക്കുന്നതിനാൽ മിതമായ നിരക്കിൽ KSRTC കൂടുതൽ സർവീസുകളും റെയിൽവേ അവധിക്കാല ട്രെയിനുകളും അനുവദിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്.